അപ്പോൾ വിശുദ്ധ കുർബാന രണ്ടാമത്തെ ആഗമനം വരെ അവൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യണമെന്ന് പഠിപ്പിച്ചെന്ന് പൗലോസ് പഠിപ്പിക്കുന്നു. പൗലോസ് പറയുന്നു, ആരുടെയും ബുദ്ധിയോ യുക്തിയോ കണ്ടുപിടുത്തമല്ല. 1 കൊരിന്ത്യർ 11:23 മുതലുള്ള വചനങ്ങൾ കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും അവനെന്നെ ഫലമേൽപ്പിച്ചതുമായ കാര്യം. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും അവനെന്നെ ഫലമേൽപ്പിച്ചതുമായ കാര്യം. ആ രാത്രി ചെയ്തതെല്ലാം ഓർമ്മയ്ക്കായിട്ട് ചെയ്യണം. കുർബാന മാത്രമല്ല, 33 വർഷക്കാലത്തെ കുർബാനയായിരുന്ന ജീവിതം, മുറിച്ചു കൊടുത്ത ജീവിതം, അത് നമ്മുടെ ജീവിതശൈലിയാക്കി മാറ്റണം. അപ്പോൾ വിശുദ്ധ കുർബാനയെ നമ്മൾ സജീവ ഭാഗഭാഗിത്വം വഹിക്കുക എന്നുള്ളതാണ്. പ്രായോഗികമായിട്ട് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഓർക്കുക, കുർബാനയിൽ നമ്മൾ സജീവമായ ഭാഗഭാഗിത്വം വഹിക്കണം. പണ്ടൊക്കെ നമുക്കറിയാം, ചങ്ങനാശ്ശേരി അതിരൂപതയായിരുന്നു നമ്മൾ. അന്ന് കുടിയേറ്റ പ്രദേശങ്ങളിൽ പള്ളിയിലെ കണക്ക് വായിക്കുമ്പോൾ 2 കൂട്ടം പുസ്തകങ്ങളുണ്ട്. ഒന്ന് വരവിൻ്റെ ബുക്ക്, 2 ചെലവിൻ്റെ ബുക്ക്. വരവിൻ്റെ ബുക്കിനകത്ത് എഴുതി വച്ചിരിക്കുന്നു, കോഴിമുട്ട വിറ്റ് കിട്ടിയത് 1 രൂപ, കപ്പ ലേലം വിളിച്ചത് 2 രൂപ, ആട്ടുമുട്ടിനെ ലേലം വിളിച്ചത് 3.5 രൂപ, പോത്തുങ്കിടാവിനെ ലേലം വിളിച്ചത് 5.5 രൂപ. ഇങ്ങനെ വരവ്. തൊട്ടിപ്പുറത്ത് മറ്റൊരു ബുക്ക് ചെലവ്. ചെലവിൻ്റെ ബുക്കിനകത്ത് എഴുതിയിട്ടുണ്ട്, ഓസ്തി മേടിച്ചത്, ഓസ്തിയും വീഞ്ഞും കൂടെ 1.5 രൂപ, മെഴുകുതിരി മേടിച്ചത് 50 പൈസ, തീപ്പെട്ടി മേടിച്ചത് 30 പൈസ. ആ കൂട്ടത്തിലൊരു പ്രത്യേക ചെലവ്, അച്ഛനെ വെടിവെച്ച് ചുമന്നുകൊണ്ട് വന്ന ചെലവ് 3 രൂപ 50 പൈസ. ഏതാണ്ട് വാവിന് പന്നിയെ കൊന്നുകൊണ്ട് വരുന്നത് പോലെ അച്ഛനെ വെടിവെച്ച് ചുമന്നുകൊണ്ട് വന്ന ചെലവ് 3.5 രൂപ. കാരണം കുടിയേറ്റ പ്രദേശങ്ങളിൽ 10ഉം 20ഉം കുടുംബക്കാർ ഒരുമിച്ച് കൂടുമ്പോൾ അവർ ആദ്യം അന്വേഷിക്കുന്നത് സ്വന്തം രീതിയിൽപ്പെട്ട കുർബാന അർപ്പിക്കുന്ന അച്ഛനുണ്ടോയെന്നാണ്. അറിഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങൾ ചെന്ന് ചാക്കുകെട്ടിലേൽ അച്ഛനെ കെട്ടി ചുമന്നുകൊണ്ട് വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ പള്ളിമണി മേടിക്കാൻ കാശില്ലാത്തത് കൊണ്ട് മിടുക്കര് ചേട്ടന്മാർ ഓലപ്പടക്കം, ബീഡിപ്പടക്കം, ഗുണ്ട്, ഏറുപടക്കം, കതിന ഇതെല്ലാം കൂടെ ഉണ്ടാക്കും. ഉണ്ടാക്കിയിട്ട് അങ്ങ് പൊട്ടിക്കും. മണിയടിക്ക് വരും 2:30 ആകുമ്പം ഈ പടക്കം പൊട്ടുന്ന സ്വരം കേട്ടാൽ, കതിന പൊട്ടുന്ന സ്വരം കേട്ടാൽ ഉറപ്പ് 5 മണിക്ക് കുർബാനയുണ്ട്, എല്ലാവരും പള്ളിയിൽ വരും. അങ്ങനെ പൊട്ടിക്കാൻ വേണ്ടി ചിലവാക്കിയ തുകയാണ് അച്ഛനെ വെടിവെച്ച് ചുമന്നുകൊണ്ട് വന്ന ചിലവ് 3 രൂപ 50 പൈസ. ഇങ്ങനെ അച്ഛന്മാർ വരുമ്പോഴോ ഇല്ലി കീറി, കമുങ്ങ് കീറി, തൈതല് കൊണ്ട് ഒരു ഷെഡ് ഉണ്ടാക്കി. ആ ഷെഡ് പുല്ലുകൊണ്ട് മേഞ്ഞു. ആ ഷെഡിൻ്റെ പേര് പള്ളി. പള്ളിയിൽ വന്ന ആൾക്കാർക്ക് ഞായറാഴ്ചകളിൽ ഇറച്ചി മേടിക്കാൻ കശാപ്പ് കട, മീൻ കട, മുറുക്കാൻ കട, ചായക്കട, പലചരക്കട, പലവിധം കട. അത് പള്ളിയോട് ചേർന്ന് വന്നപ്പോൾ ആ കവലയുടെ പേര് പള്ളിക്കവല. പള്ളിയിൽ വന്നവരുടെ മക്കൾക്ക് പഠിക്കാൻ വേണ്ടി ഒരു കെട്ടിടം കെട്ടി, അതിൻ്റെ പേര് പള്ളിക്കൂടം. ഇതായിരുന്നു പള്ളി, പള്ളിക്കവല, പള്ളിക്കൂടം. കുർബാന കേന്ദ്രീകരിച്ച് വളർന്നു വന്നവരാണ് നമ്മൾ. ദേവാലയം അടുത്തുണ്ട്, തൊട്ടടുത്ത് ദേവാലയമുണ്ട്. എത്രമാത്രം സജീവമായിട്ട് ഇന്ന് കുർബാന നമ്മൾ അർപ്പിക്കുന്നു. പ്രായോഗികമായി കുർബാനയുടെ ദൈവശാസ്ത്ര വശത്തേക്കല്ല കിടക്കുക, പ്രായോഗിക വശങ്ങളിൽ നമ്മൾ എപ്രകാരം വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു എന്ന് ഒന്ന് ചിന്തിക്കുക. ചില ആൾക്കാരുണ്ട്, പള്ളിയിൽ സുവിശേഷ വായന കഴിയുമ്പം പള്ളിയിൽ വരും, കുർബാനയ്ക്കുള്ള പാട്ട് തുടങ്ങുമ്പം പള്ളിയിൽ നിന്ന് ഓടും. പിന്നെ പറയും, ഞാൻ കുർബാനയെ അർപ്പിച്ചു. ഇല്ല, അവർ കുർബാന ഒപ്പിച്ചിട്ടേ ഉള്ളൂ, അവരാരും കുർബാന അർപ്പിച്ചിട്ടില്ല. നമ്മുടെ കുർബാനയിൽ മുഴുവൻ കുർബാനയിൽ പങ്കെടുത്താലേ കുർബാന അർപ്പണം പൂർത്തിയാകൂ. അന്നാപ്പെസക മുതൽ വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ സ്വസ്തി അവിടം വരെ നമ്മൾ പൂർണ്ണമായിട്ട് പങ്കെടുക്കുമ്പോഴാണ് കുർബാന അർപ്പണം പൂർത്തിയാവുക. ചില ആൾക്കാരുണ്ട്, തുടങ്ങി കുറേ കഴിയുമ്പം വരും, കുർബാന എഴുന്നള്ളിച്ച് കൊടുക്കുമ്പം ഓടും. കാരണം കശാപ്പ് കടൽ ഇറച്ചി തീർന്നു പോയാലോ എന്നും കണ്ട് ഓടുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ട്. മുഴുവൻ കുർബാനയെ പങ്കെടുക്കാതെ കുർബാന കൈക്കൊള്ളുമ്പം ഓടുന്നത് 2 കൂട്ടം ആൾക്കാരാണ്. ആരെല്ലാവാ? ഒന്ന്, തൂങ്ങിച്ചാകാൻ വേണ്ടി പോകുന്ന ആൾക്കാരാണ്. കാരണം ബൈബിളിൽ പറയുന്നു, മത്തായി സുവിശേഷം 27:5, യേശു അപ്പം മുക്കി യൂദാസിന് കൊടുത്തു, യൂദാസ് അപ്പം ഭക്ഷിച്ചു, തിടുക്കത്തിൽ പുറത്തോട്ട് പോയി, താമസിയാതെ തൂങ്ങിച്ചെത്തു. ഇതാണ് ബൈബിളിൽ കൊടുത്തിരിക്കുക. എന്ന് പറഞ്ഞാൽ ആത്മീയ മരണം. കുർബാനയുടെ അർത്ഥം മനസ്സിലാക്കാത്തവരും ക്രൈസ്തവ ആധ്യാത്മികത എന്താണെന്ന് ഉൾക്കൊള്ളാത്തവരുമാണ് കുർബാനയ്ക്ക് ഇടയ്ക്ക് ചാടി ഓടിപ്പോവുക. അപ്പോൾ ഒരാത്മീയ മരണം സംഭവിച്ചവർ. രണ്ടാമതൊരു കൂട്ടരും കൂടെ കുർബാന കൊടുക്കുമ്പം പള്ളിയിൽ നിന്ന് പോകും. ആരാന്ന് ചോദിച്ചാൽ, ഇവിടെ ഒരു അടുത്തടുത്ത് പള്ളി ധ്യാനിപ്പിക്കുക. 1-ാം ദിവസം രാത്രി 8:30 ആൾക്കാർ ധ്യാനം കഴിഞ്ഞ് വരി പോകുമ്പോൾ പള്ളിയുടെ മോണ്ടളത്തിൽ പ്രായമുള്ള വല്യമ്മച്ചി കരഞ്ഞുകൊണ്ട് കുത്തിയിരിക്കുന്നു. വിണ്ടു കീറിയ ചുണ്ട്, ആകപ്പാടെ കുഴിഞ്ഞ കണ്ണ്, ഒട്ടിയ മോണ, ആകപ്പാടെ ഒരു ഭംഗിയില്ലാത്ത അമ്മച്ചി, ഭയങ്കര കരച്ചിൽ. എൻ്റെ കയറെ പിടിച്ച് വലിച്ചിട്ട് പറയുക, എൻ്റെ അച്ഛ, പള്ളി വരുന്ന കെട്ടിയവന്മാരോടൊരു കാര്യം പറയണം. ഞാൻ ചെന്നാ പറ്റി,
ഞാൻ പള്ളിയിൽ പോന്നപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞു, പൊന്നേ തേനെ പാലേ വയമ്പേ ചക്കര മുത്തേ, നിന്നെ മരിച്ചാലും മറക്കുകയില്ല. നിന്നെ നല്ല കാലം മുഴുവൻ എനിക്ക് വേണ്ടി നീ ത്യജിച്ചതുകൊണ്ട് മരണം വരെ നിന്നെയും കൊണ്ട് ഞാൻ പോകൂ എന്നും പറഞ്ഞ് പള്ളി വന്നുവെച്ചാൽ പള്ളി കഴിഞ്ഞ് 8:30 പോകാൻ നേരത്ത് പറയാം, അങ്ങനെയൊക്കെ പറഞ്ഞാലും കിളവി ഭംഗിയില്ലാതെ നിൻ്റെ മോന്ത കാണുമ്പോൾ എനിക്ക് ഓക്കാനിക്കാൻ വരുന്നു, നീ ഇവിടെ ഇരിക്കുന്നെന്നും പറഞ്ഞ് 30 വയസ്സുള്ള യുവതിയെയും കൂട്ടിക്കൊണ്ട് പോയി. എൻ്റെ അച്ഛ, ഇത് തെറ്റല്ലേ? കിളവിയായ എന്നെ പള്ളി കൊണ്ടുവന്നിട്ട് യുവതിയെയും കൊണ്ട് പോയത് മഹാമോശമല്ലേ? പിറ്റേ ദിവസം രാവിലെ 10:30 വരെ ആ തള്ള അവിടെ ഇരുന്ന് കരഞ്ഞു. പിന്നെ അതിനെ കണ്ടില്ലെന്നാ ആ പള്ളിയിലെ അച്ഛൻ പറഞ്ഞത്. ഷെയ്പ്പില്ലാത്ത അമ്മ, മോണയൊട്ടി ചുണ്ട് വിണ്ടു കയറിയ അമ്മ ആരാന്ന് ചോദിച്ചാൽ 2 പഴഞ്ചെരുപ്പായിരുന്നു. ഒരു ഷേപ്പും ഇല്ലാത്ത 2 പഴഞ്ചെരുപ്പ്. ആരാണ്ട് കിളവിയെ കാലിൽ ഇട്ടുകൊണ്ട് വന്നു. പോകുന്ന നേരത്ത് പുത്തൻ യുവതിയെ പൊക്കിക്കൊണ്ടും പോയി, കിളവിയെ വെച്ചിട്ടും പോയി. കുർബാന കൊടുക്കുമ്പം പള്ളിയിൽ നിന്ന് പോകുന്ന 2ാമത്തെ കൂട്ടർ ചെരുപ്പ് കക്കാൻ വേണ്ടി പള്ളി വരുന്നവരാണ്. ഇനി ആരെങ്കിലും നമ്മുടെ പള്ളിയിൽ നിന്ന് കുർബാന എഴുന്നള്ളിച്ച് കൊടുക്കുമ്പം പുറത്ത് പോകുന്ന കണ്ടാ പറയണം, പൊന്നു സഹോദര സഹോദരി പോന്നെങ്കിൽ പൊക്കോ, പുത്തനാണ്, 250 രൂപയുടേതാ, ഒടേതമ്പരാനെ ഓർത്ത് ഇതും പൊക്കിക്കൊണ്ട് പോയേക്കരുത്. ഒരു ചേട്ടത്തി എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛ ആത്മരക്ഷയ്ക്ക് വേണ്ടി പള്ളി വന്നിട്ട് പാദരക്ഷയും കൊണ്ട് പോയത് മഹാമോശമായിപ്പോയി. ഇപ്പോൾ കുർബാനയെ നമ്മൾ ആദ്യാവസാനം പങ്കെടുക്കണം, സജീവമായിട്ട് പങ്കെടുക്കുക എന്നുള്ളതാണ്. ഒപ്പം ഉറക്കെ പാടണം, ഒരുമിച്ച് പ്രാർത്ഥിക്കണം, ഒരുമിച്ച് സ്തുതിക്കണം. കുർബാന മുഴുവൻ സ്തുതിപ്പാണ്, സ്തുതിപ്പിൻ്റെ പ്രാർത്ഥനകളാണ്. ഒന്നിച്ച് പാടണം, ഒരുമിച്ച് പ്രാർത്ഥിക്കണം, ഒരുമിച്ച് സ്തുതിക്കണം നമ്മൾ വിശുദ്ധ കുർബാനയിൽ. ഒപ്പം നമ്മൾ കുർബാന സ്വീകരിക്കണം. ഒരു ദിവസം 3 കുർബാന കണ്ട് കാഴ്ചവെക്കാൻ ഇട വന്നാലും ഒന്നിലെ സ്വീകരിക്കാവും. കാരണം ആവർത്തിച്ചുള്ള കുർബാന സ്വീകരണം സഭ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഒരു ദിവസം 24 മണിക്കൂറിനിടയിൽ 1 എന്നുള്ളതാണ് സാധാരണ രീതിയിലുള്ള ഒരു സഭയുടെ കാഴ്ചപ്പാടും പ്രബോധനവും. കൂടുതൽ സ്വീകരിച്ചാൽ തെറ്റാണെന്നല്ല, ചുമ്മാ പലഹാരം കഴിയുന്നത് എപ്പോഴും പോയി കുർബാന നാക്ക് നേടി സ്വീകരിക്കുക ശരിയല്ല. ആദരവും ബഹുമാനവും വെക്കാൻ 3 കുർബാന കണ്ടാലും 1 അപ്പോൾ 1 സ്വീകരിച്ചാൽ പിന്നെ കണ്ട് കാഴ്ചവെക്കുന്ന 2 കുർബാനയിലും ഇതിന് കൗതാശിക വരപ്രസാദം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുമെന്നാണ് പറയുക. കുർബാന നമ്മൾ സ്വീകരിക്കണം. ദിവസത്തിൽ 1 പ്രാവശ്യം കുർബാന സ്വീകരിച്ചാലേ ആ കുർബാന അർപ്പണം അതിൻ്റെ പരിപൂർണമായിട്ട് മാറത്തുള്ളൂ. ചിലർ ചോദിക്കും, അച്ഛാ കുമ്പസാരിക്കാതെ കുർബാന കൈക്കൊള്ളാവും? ഉത്തരവിതാണ്, 1 വർഷം കൂടി പള്ളിയിൽ ചെല്ലുമ്പോഴും മാരകപാപം ഇല്ലാത്ത ആളാണെങ്കിൽ അനുദപിച്ചിട്ട് അനുതാപ ശുശ്രൂഷയിലൊക്കെ പങ്കെടുത്ത് അനുദപിച്ച് കുർബാന കൈക്കൊള്ളുക. ഏറ്റവും അടുത്ത സാഹചര്യത്തിൽ കുമ്പസാരിച്ചോളാമെന്ന് മനസ്സിൽ തീരുമാനമെടുത്തിട്ട്. ഒരാൾ പറയുക, അച്ഛാ കുമ്പസാരിച്ചിട്ട് 10 വർഷമായി, അതെന്നാ ഇതുവരെ മാരകപാപം ഒന്നും ഒപ്പിക്കാൻ പറ്റിയിട്ടില്ല, വരുന്നല്ല ലഘുപാപമാ, അത് ശരിയല്ല. ആണ്ടുകുമ്പസാരം എങ്കിലും നടത്തണം. 100-ൽ 40 മാർക്കെങ്കിലും മിനിമം നമുക്ക് ആവശ്യം. ഇപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുമ്പം അതിൻ്റേതായ കൗതാശിക വരപ്രസാദം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. ഇപ്പം പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഊന്നലൊരുക്കുന്ന പോലെ കുർബാനയ്ക്ക് നമ്മൾ സജീവമായിട്ട് ഒരു ഏറ്റവും വലിയ പ്രാർത്ഥനയായിട്ട് മാറണമെങ്കിൽ നമ്മൾ വിശുദ്ധ കുർബാന നമ്മൾ അങ്ങ് സ്വീകരിക്കുന്നു. ചെറിയ ലഘുപാപങ്ങളൊക്കെ സംഭവിക്കാം. ഭർത്താവും ഭാര്യയും കൂടെ 2 ദിവസം പിണങ്ങിയിരുന്നു. 3-ാം ദിവസം ഇണങ്ങാൻ വേണ്ടി ഭർത്താവ് ചോദിച്ചു, അപ്പം ഭർത്താവ് എന്തോ തപ്പിക്കൊണ്ട് നിൽക്കുന്നു. ഭാര്യ ഓർത്ത് ഇത് തന്നെയാണ് നല്ല സമയം, കയറി മിണ്ടിക്കളയാം. അവൾ സാവധാനം ചെന്ന് ചോദിച്ചു, എന്നാ മനുഷ്യ നിങ്ങളെ കാണാതെ പോയേ? ഉടനെ പറഞ്ഞു, നിൻ്റെ അമ്മയുടെ തേങ്ങാക്കൊല, തൻ്റെ അപ്പൻ്റെ വാഴക്കൊല, ഉടനെ സംസാരിക്കാൻ ഓടുകയൊന്നും വേണ്ട. അനുതാപ ശുശ്രൂഷയിൽ പങ്കെടുക്കുക. ഏറ്റവും അടുത്ത സാഹചര്യം കിട്ടുമ്പോൾ നമ്മൾ അവസരം കിട്ടിയോ കുമ്പസാരിച്ചോളൂ, ഇല്ലെങ്കിൽ അനുദപിച്ച് പറഞ്ഞാലും കുർബാന സ്വീകരിക്കാം. അതുപോലെ തന്നെ കുർബാന സ്വീകരിക്കുമ്പോൾ നമുക്കറിയാം, ഇന്ന് നമ്മൾ ഇടതുകൈക്കകത്ത് വലതുകൈ വെച്ചിട്ട് കുർബാന കയ്യിൽ സ്വീകരിച്ച് നക്കിയെടുക്കും. ചിലർ വലതുകൈ കൊണ്ട് സ്വീകരിച്ച് നാക്കിലോട് വെച്ച് സ്വീകരിക്കും. അപ്പം അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. ഒരമ്മച്ചിക്ക് ഒരച്ഛൻ കുർബാന കൊടുത്തു, 80 വയസ്സ് പ്രായമുള്ള വല്യമ്മച്ചി. അപ്പം കൈക്കകത്തെല്ലാം തൊലിയെല്ലാം ഇങ്ങനെ ചുളുങ്ങി കുരിശുപള്ളിയുടെ സ്റ്റെപ്പ് പോലെ കൈക്കകം ഇരിക്കുന്നത്. അച്ഛൻ ഗതികേടിന് കൊടുത്ത കുർബാന ഒരു ഒടിഞ്ഞ കുർബാനയായിരുന്നു. ഈ കുർബാന കയ്യിലോട്ട് കിട്ടിയ പാടെ അമ്മച്ചി അച്ഛനെ നോക്കി, സാധാരണ അമ്മച്ചിമാർ നക്കിയെടുക്കത്തേ ഉള്ളൂ. ഈ അമ്മച്ചി കുർബാനയെ നോക്കിയിട്ട് അച്ഛനോട് പറയാം, അച്ഛാ ഇതങ്ങോട്ട് തിരിച്ചു പിടിച്ചിട്ട് വറക്കത്തുള്ളൊരു കർത്താവിനെ ഇങ്ങോട്ട് തരാൻ പറഞ്ഞു. അപ്പം നമുക്ക് ഒടിഞ്ഞ കുർബാനയാണെങ്കിലും മുഴുവൻ കുർബാനയാണേലും കർത്താവിൻ്റെ പരിപൂർണ്ണ സാന്നിധ്യമുണ്ട്. അപ്പോൾ ആ ഓർമ്മ നമുക്ക് വരിക. ഇനി ചില ആൾക്കാർ പറയും, എൻ്റെ അച്ഛ ഞങ്ങൾക്ക് മുമ്പിൽ വന്ന് സ്വീകരിച്ചിട്ട് വന്ന നാണക്കേടാ, ഞങ്ങൾ നിൽക്കുന്നിടത്ത് കുർബാന കിട്ടുകയാണെ സ്വീകരിക്കാൻ തയ്യാറ്. ചില ആൾക്കാർ പറയും, ഞങ്ങൾ നിൽക്കുന്നിടത്ത് കുർബാന വേണം എങ്കിലേ സ്വീകരിക്കും. അങ്ങനെ നിൽക്കുന്നിടത്ത് തന്നെ കുർബാന വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി 35 വർഷം മുമ്പ് സഭയിൽ എഴുതിയ പാട്ടാണ്, വാ വാ യേശുനാഥ, ഞങ്ങൾക്ക് ഇവിടെ വരാൻ പാടാണ്, ഞങ്ങൾ എവിടെ നിൽക്കുന്നോ നീ ഞങ്ങളുടെ അടുക്കിലോട്ട് പോന്നോണം. പല ആൾക്കാരുടെയും കാഴ്ചപ്പാടിതാണ്. അപ്പോൾ കുർബാനയുടെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ സ്വീകരിക്കും, ഉൾക്കൊള്ളും. അങ്ങനെ കുർബാന നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ
കുർബാന കൈക്കൊണ്ടിട്ട് പിന്നെ വീട്ടിൽ ചെല്ലുമ്പോൾ ജീവിതത്തെ കുർബാനയാക്കി മാറ്റണം. മുറിക്കപ്പെട്ട അപ്പത്തെ അൾത്താരയിൽ നമ്മൾ സ്വീകരിച്ചാൽ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ജീവിതം മുറിക്കാൻ മനസ്സുള്ള ജീവിതമായിട്ട് മാറ്റണം. മുറിച്ചു കൊടുക്കാൻ മനസ്സുള്ള ജീവിതങ്ങളായിട്ട് നമ്മുടെ ജീവിതത്തെ മാറ്റാൻ നമുക്ക് പറ്റുക. കുർബാനയുടെ ആ രൂപി നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ഭവനങ്ങളിൽ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ്. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് ഓർക്കുക, കുർബാന നമുക്ക് തരുന്ന 4 സന്ദേശങ്ങളുണ്ട്. അത് കുർബാനയിൽ നിന്നും നമ്മൾ വിശുദ്ധ കുർബാന വഴി സ്വീകരിക്കണം. എന്തെല്ലാമാ 4 സന്ദേശങ്ങൾ? 1 സാന്നിധ്യം, 2 ലഭ്യത, 3 ശുശ്രൂഷ, 4 ബലി. ഇതാണ് ഓരോ കുർബാനയും നമുക്ക് തരുന്ന 4 സന്ദേശങ്ങൾ. അപ്പോൾ വിശുദ്ധ കുർബാന നമ്മുടെ പള്ളിയിൽ അർപ്പിച്ചിട്ട് പോകുമ്പോൾ ഈ 4 സന്ദേശം കൊണ്ട് പോകണം. എന്തെല്ലാമാ? സാമീപ്യം, ലഭ്യത, ശുശ്രൂഷ, ബലി. ഇത് 4 നമ്മളിലൂടെ പൂർത്തീകരിക്കപ്പെടണം. എന്നും കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട് എലിക്കുളത്തെ നമ്മുടെ ഈ പള്ളിക്കകത്ത്. സക്രാരിയുടെ അടുത്ത് ഒരു കെടാവിളക്ക് തെളിഞ്ഞു നിൽപ്പുണ്ടോ? ആ കെടാവിളക്ക് സൂചിപ്പിക്കുന്നു കർത്താവിൻ്റെ നിത്യ സാന്നിധ്യം. എബ്രായർ 13:8 ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെ. വെളിപാട് പുസ്തകത്തിൽ പറയും ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും. അപ്പം കർത്താവിൻ്റെ സാന്നിധ്യം എന്നുമുണ്ട്. ഇതുപോലെ കുടുംബത്തിൽ ഓർക്കുക, അപ്പൻ്റെ സാന്നിധ്യം പെരയ്ക്കകത്ത് വേണം, അമ്മയുടെ സാന്നിധ്യം കുടുംബത്തിൽ വേണം, ഭർത്താവിൻ്റെ സാന്നിധ്യം വേണം, ഭാര്യയുടെ സാന്നിധ്യം ഭർത്താവിന് വേണം, മാതാപിതാക്കളുടെ സാന്നിധ്യം മക്കൾക്ക് വേണം. കുർബാന സ്വീകരിക്കുന്ന ഒരു വ്യക്തിയോട് പറയുന്നു, 100 കൂട്ടം കാര്യങ്ങൾക്ക് അതിലെ ഇതിലെ ഓടി നടക്കുന്ന മകനെ, അങ്ങനെ ഓടി നടന്നാൽ മാത്രം പോരാ, കുടുംബത്തിൽ നിൻ്റെ സാന്നിധ്യം വേണം. സക്രാരിയിൽ യേശുവിന് നിത്യമായ സാന്നിധ്യം പോലെ. പലപ്പോഴും നാട് നന്നാക്കുന്ന ആൾക്കാരുടെ വീട് മുടിഞ്ഞു പോകുന്ന കാണാം, ഈ സാന്നിധ്യം കൊടുക്കാൻ മടിക്കുന്നതാ. ഓർക്കണം, താലി കെട്ടിയ എൻ്റെ ഭാര്യയുടെ കൂടെ ഞാനെന്ന ഭർത്താവിൻ്റെ സാന്നിധ്യം വേണ്ടേ? എന്നെ കെട്ടിയ പുരുഷൻ്റെ കൂടെ ഞാനെന്ന ഭാര്യയുടെ സാന്നിധ്യം വേണ്ടേ? എൻ്റെ മക്കളുടെ കൂടെ ഞാനെന്ന അമ്മയുടെ സാന്നിധ്യം വേണ്ടേ? ഒരു വികാരി അച്ഛനെ സംബന്ധിച്ച് ഇടവകയിൽ അച്ഛൻ്റെ സാന്നിധ്യം വേണ്ടേ? അപ്പോൾ കുർബാന പഠിപ്പിക്കുന്നു നമ്മുടെ സാന്നിധ്യം കൊടുക്കുക. 2 ലഭ്യത. എന്താണ് ലഭ്യത? ലഭ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ നമ്മളുടെ സേവനം മറ്റുള്ളവർക്ക് ലഭ്യമാകണം. ഈശോയുടെ അടുക്കൽ ഓർത്ത് നോക്കിക്കേ, രാത്രി 12:30 വന്ന് മുട്ടുകുത്തി വേണേലും പ്രാർത്ഥിക്കാം, അവനെ ലഭ്യനാണ്. വെളുപ്പിനെ 4:30 എഴുന്നേറ്റ് വിളിച്ചെഴുന്നേൽപ്പിക്കാം, അപ്പോഴും ലഭ്യനാണ്. ഒരിക്കലും അവന് മടിയിൽ ഏത് സമയത്തും നമുക്ക് അടുക്കൽ ചെല്ലാം. അവിടുന്ന് പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അവൻ ലഭ്യനാണ്. അതുപോലെ ഒരു ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ സ്നേഹവും സേവനവും എപ്പോഴും ലഭ്യമായിരിക്കണം. ഒരു ഭർത്താവിന് ഭാര്യയുടെ സേവനവും ശുശ്രൂഷകളും ലഭ്യമായിരിക്കണം. മക്കൾക്ക് മാതാപിതാക്കളുടെ സമയം, അവരുടെ ശുശ്രൂഷകൾ ലഭ്യമാകണം. അപ്പോൾ ഈ ലഭ്യത വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ഒരു മടിയിൽ നമ്മുടെ നടന്ന് പിടിച്ചു വെക്കുന്നില്ല. കുടുംബത്തിന് വേണ്ടി കൊടുത്ത് തീർക്കുക. അങ്ങനെ തീർക്കുന്ന ഒരു ജീവിതം, ഇതാണ് ലഭ്യത. അപ്പോൾ 1 സാന്നിധ്യം, 2 ലഭ്യത, 3 ശുശ്രൂഷ. എന്താണ് ശുശ്രൂഷ? ഞാൻ വന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനാണ്. കുടുംബത്തിൽ ഒരിക്കലും എൻ്റെ ഭാര്യ എന്നെ ശുശ്രൂഷിച്ചോണം, എൻ്റെ ഭർത്താവ് എന്നെ ശുശ്രൂഷിച്ചോണം, ഞാൻ രാജാവ്, ഞാൻ അമ്മ തമ്പുരാട്ടി, ഈ തലകരങ്ങൾ പാടില്ല. വിനയപ്പെടുക, എളിമപ്പെടുക, ശുശ്രൂഷയുടെ മനുഷ്യരായിട്ട് പരസ്പരം മാറുക. 4 ബലി. വിശുദ്ധ കുർബാന ഒരു ബലിയാണ്. നമ്മുടെ ജീവിതത്തെ ഒരു ബലിയാക്കി മാറ്റണം. നമ്മുടെ ജീവിതത്തെ ബലിയാക്കി മാറ്റുക. എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി കൊടുത്തു തീർത്ത ബലി, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൊടുത്തു തീർത്ത ബലി, എൻ്റെ വീടിന് വേണ്ടി, എൻ്റെ സഭയ്ക്ക് വേണ്ടി, ഇടവകയ്ക്ക് വേണ്ടി കൊടുത്തു തീർത്ത ബലി. ഈ 4 സന്ദേശങ്ങൾ കുർബാന സ്വീകരിക്കുന്നത് നമ്മൾ ഉൾക്കൊള്ളുക. അപ്പോൾ ഒരു സഭയുടെ 4 തൂണുകളിൽ 1 അപ്പസ്തോലന്മാരുടെ പ്രബോധനമെന്ന സൈഹിക പാരമ്പര്യം, 2 അപ്പം മുറിക്കൽ ശുശ്രൂഷ എന്ന് പറയുന്ന വിശുദ്ധ കുർബാന, 3 ഒരു സഭയെ സഭയാക്കി മാറ്റുന്ന 3ാമത്തെ തൂണാണ് പ്രാർത്ഥന. വ്യക്തിപരമായ പ്രാർത്ഥനയും വേണം, കുടുംബ പ്രാർത്ഥനയും വേണം. ഇന്നലെയും ഇന്നും ഞാൻ കൂടുതലായിട്ട് പ്രാർത്ഥനയെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളൊത്ത് പങ്കുവച്ചിരുന്നു. പ്രാർത്ഥിക്കുന്ന വ്യക്തിക്കാണ് മനസ്സിന് ധൈര്യം കിട്ടുക. അതുകൊണ്ടാണ് പറയുക, കിടക്കാൻ നേരത്തും രാവിലെ എഴുന്നേൽക്കുമ്പോഴും ചുരുങ്ങിയത് നെറ്റിയിലും ചുണ്ടിലും നെഞ്ചിലും കുരിശ് വരയ്ക്കുകയിലും വേണം. നെറ്റിയിൽ വരയ്ക്കുന്നതിൻ്റെ അർത്ഥം എൻ്റെ എല്ലാ ചിന്തകളും, ചുണ്ടിൽ വരയ്ക്കുന്നതിൻ്റെ അർത്ഥം
എൻ്റെ എല്ലാ വാക്കുകളും. നെഞ്ചിൽ വരയ്ക്കുന്നതിൻ്റെ അർത്ഥം എൻ്റെ എല്ലാ വികാരങ്ങളും. എൻ്റെ ചിന്ത, എൻ്റെ വാക്ക്, എൻ്റെ വികാരങ്ങൾ നിൻ്റെ കുരിശിനാൽ മുദ്ര കുത്തണമേ.